എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്പ് നമ്പർ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 10 ടിപ്സ് ആണ്. 10 ടൈം ടേബിൾ രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അതിൽ മൂന്നാമത്തെ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ 2 ടിപ്പ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പുള്ള 2 വീഡിയോസ് മുടി നരയ്ക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും അകാല നര ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നൊരു പ്രോബ്ലമാണ്. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും ഈ പറയുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഒരുപാട് നരച്ചവരാണെങ്കിൽ നമ്മുടെ ഹെന്ന, ഇൻഡിഗോ പൗഡർ ഇതുപോലുള്ള പാക്കുകളൊക്കെ ഇട്ട് നമുക്ക് മാറ്റുന്നത് ഗ്രേ ഹെയർ ചലഞ്ച് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുക. അതിന്റെ വീഡിയോസ്, അതായത് ഗ്രേ ഹെയർ ചലഞ്ചിന്റെ ഫുൾ വീഡിയോസും നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അതില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രേ ഹെയർ ചലഞ്ചിലെ അതിന്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, പ്ലേലിസ്റ്റിന്റെ. അത് നോക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുടെ നല്ല കമന്റ്സുകൾ നിങ്ങൾക്ക് അതിൽ വായിക്കാവുന്നതാണ്. അതൊക്കെ കണ്ടിട്ട് അതുപോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഹെന്ന, ഇൻഡിഗോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള രീതിയും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വരുന്ന രീതിയിൽ വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ ടിപ്പ് നമ്പർ 3 എന്താണെന്ന് പറഞ്ഞാൽ ഓണിയൻ അല്ലെങ്കിൽ സവാള ഉപയോഗിച്ചിട്ട് തലയിൽ പേസ്റ്റ് ആയിട്ട് തേക്കുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ ഫെനുഗ്രീക്ക്, അതായത് ഉലുവ പൗഡറും വെളിച്ചെണ്ണയും വെച്ചിട്ട് തലയിൽ എണ്ണ അപ്ലൈ ചെയ്യുന്നത് മുടി നരയ്ക്കാതിരിക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എള്ള് കഴിക്കുക, സോഡിയം അടങ്ങിയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക, ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, നല്ലപോലെ ഉറങ്ങുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുടി പെട്ടെന്ന് നരച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ മുടി വന്ന് നരച്ച് നരപ്പ് മാറുന്നതിനെക്കാട്ടി നമ്മൾ വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് മുമ്പേ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഒണിയൻ എങ്ങനെ തലയിൽ, ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലതാണ് ഒണിയൻ പേസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതിന്റെ സ്മെല്ല് കൊണ്ട് തന്നെ പലരും അത് അപ്ലൈ ചെയ്യാറില്ല. കാരണം അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. അപ്പോൾ ആ സ്മെല്ല് നമുക്ക് കഴുകി കളഞ്ഞാലും ആ ഒരു സ്മെല്ല് തലയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ പലരും ചെയ്യാറില്ല. പക്ഷേ ഒണിയൻ തീർച്ചയായിട്ടും, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ആരോ പറയുന്നത് കേട്ട് ഒണിയൻ തേച്ച് കഴിഞ്ഞാൽ മുടി വെള്ളമുടിയാകുമെന്ന്. എങ്കിൽ എൻ്റെ തലയിൽ ഒരു കറുത്ത മുടി പോലും കാണില്ലായിരുന്നു, എല്ലാം വെള്ളമുടി ആയിരുന്നേനെ. ഞാൻ അത്രത്തോളം ഓനിയൻ എൻ്റെ തലയിൽ തേച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എന്താ പറയുന്നത്, അങ്ങനെ ഒരുപാട് പാക്കുകൾ, ഞാൻ ഈ ഒരു കെരാറ്റിൻ ചെയ്തതിന് ശേഷമാണ് അധികം ഓണിയൻസ് ഒന്നും ചെയ്യാത്തത്. അതിന് മുമ്പൊക്കെ ധാരാളം പാക്കുകൾ ഇടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് മുടി കൊഴിച്ചിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ്, നമ്മളിങ്ങനെ ഇവിടുത്തെ ചെന്നൈയിലെ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്നത് അറിയാലോ, ഇവിടത്തേക്ക് ഉപ്പ് വാട്ടറാണ്, ക്ലോറിനും ധാരാളം അടങ്ങിയിട്ടുണ്ട്. കണ്ട് തന്നെ മുടി കൊഴിച്ചിലുണ്ട്. എങ്കിലും ഞാൻ മാക്സിമം നല്ലപോലെ പാക്കുകളൊക്കെ ഇട്ട് ശ്രദ്ധിക്കാറുണ്ട്. മുടി കൊഴിച്ചിലുണ്ട് എന്നാൽ കേട്ടോ, നമുക്ക് ഹെയർ കെയർ പാക്കുകളൊക്കെ ഇട്ട് ഞാൻ ശ്രദ്ധിച്ച് ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി അരച്ച് തേക്കുന്നത് വെള്ളമുടി വരും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായ ഒരു ധാരണയാണ്. ഒരു വെള്ളമുടിയും വരാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഒണിയനുടെ പേസ്റ്റ് എന്ന് പറയുന്നത്. ഒണിയൻ ജ്യൂസ് അല്ല, ഓണിയൻ നല്ല പേസ്റ്റ് ആയിട്ട്. അത് ചുമന്ന വലിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്, ചെറിയ ഉള്ളിയെ കാട്ടിയും. ചെറിയ ഉള്ളി തേക്കുമ്പോൾ താരൻ പോലുള്ളത് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സ്യൂട്ട് ആകുന്നവരാണെങ്കിൽ തേക്കുക, കുഴപ്പമില്ല. ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം തേച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി തേക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ഇത് ചെറിയ ഉള്ളി തേക്കാം, ഒരു പ്രശ്നമില്ല. അല്ലാത്തവരാണെങ്കിൽ വലിയ ഉള്ളി നല്ല മഷി പോലെ അരച്ചെടുത്തതിന് ശേഷം തലയോട്ടിയിൽ ഫുള്ളും, നമ്മുടെ തലയുടെ വേരിൽ ഫുള്ളായിട്ടും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് ബാക്കി വരുന്ന തലയുടെ മുടിയിലും തേക്കാൻ, കുഴപ്പമില്ല. അതിന് ഒരുപാട് നാറ്റം, അങ്ങനെ ഒരു സ്മെല്ലൊക്കെ തോന്നുമെന്ന് ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ തലയെടുത്ത് മുടിയിൽ തേക്കേണ്ട. അല്ലാതെ നമുക്ക് തലയോട്ടിയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വാരി കെട്ടി വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ റൂട്ട്സ് പോലുള്ള എന്തെങ്കിലും ഒരു ഷാമ്പോ അല്ലെങ്കിൽ മീരയുടെ ഷാമ്പോ, അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പു കൊണ്ട് തന്നെ കഴുകിക്കളയുക. കാരണം ആ ഒരു സ്മെല്ല് കൊണ്ട് നമ്മുടെ മുടിയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് മാറ്റാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ സ്മെല്ല് ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരുപാട് ദിവസമൊന്നും അങ്ങനെ സ്മെല്ലൊന്നും നിൽക്കില്ല. അപ്പോൾ നല്ലപോലെ പേസ്റ്റ് പോലെ ഉള്ളി അരച്ച് തേച്ച് വാരി കെട്ടിവെച്ചതിന് ശേഷം കഴുകുക. ഇതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 3. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നാളത്തെ വീഡിയോയിൽ ഞാൻ ഹെന്ന എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹെന്ന ഇൻഡിഗോ എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ള കാര്യങ്ങളും ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ പലർക്കും മനസ്സിലാകാത്തൊരു, ഇപ്പോഴും പലരും എന്നോട് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഹെന്നോ ഇൻഡിഗോ മാറി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നാളത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നതായിരിക്കും.
അപ്പോൾ ഇന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഉള്ളി തേക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഉള്ളി വളരെ നല്ലതാണ്. ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉള്ളി അരച്ചു കൊടുത്ത് എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉള്ളി പാക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ശീലമാക്കി മാറ്റുക. പ്രത്യേകിച്ച് മുടിയുടെ ഉള്ളു കുറവുള്ളവർക്കും മുടി നെറ്റി കയറുന്നവർക്കും ഒക്കെ ഉള്ളി വളരെ നല്ലതാണ്. ഉള്ളിയുടെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും കൊള്ളാം, കുഴപ്പമില്ല. നമ്മുടെ ഈ ഉലുവയുടെ പൊടിച്ച എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ തന്നെ കുറച്ച് ആഡ് ചെയ്ത് തേച്ചാലും വളരെ നല്ലതാണ്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ കിട്ടണമെങ്കിൽ വീഡിയോ മറക്കാതെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഓൾ ഒരു ബട്ടണും കൂടെ പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കും. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.